ഒരു ധനികനായ ഒരു വ്യക്തിക്ക് ഒരു മകനുണ്ടായിരുന്നു. एक धनी व्यक्ति था, उसके लिए उसको एक बेटा था. അവൻ ഇങ്ങനെ ധനികന്റെ പൈസ കൊണ്ട് ജീവിച്ചാൽ മതി വരില്ല, അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും അധ്വാനിച്ച് വരണമെന്ന് കരുതി ഒരു കൃഷിക്കാരനോടൊപ്പം അവനെ ഒരു അയക്കാനിടയായി. उस पिता ने इस प्रकार सोचा, मेरा धन संपत्ति से ये जी नहीं सकता, जीना नहीं है, इसको कष्ट सहना है, मतलब जो धन संपत्ति कैसे कमाते हैं, इसके लिए उसको अपने पुत्र को एक खेतीबाड़ी करने वाले किसान के पास भेजा. അങ്ങനെ കൃഷിക്കാരന്റെ കൂടെ പോയി വൈകുന്നേരമായപ്പോൾ കുറച്ച് പൈസയുമായി തിരിച്ചു വന്നു. उस प्रकार वो किसान का साथ गया और शाम को कुछ पैसों के साथ वो पुत्र घर आया. അപ്പൻ മകനുമായി കടൽ തീരത്തിലേക്ക് നടക്കാനിടങ്ങി. इस प्रकार पिता और पुत्र दोनों एक समुद्र के किनारे शाम को जाने लगे. മകന് വലിയ സന്തോഷം, ഞാൻ അല്പം പൈസ കൊണ്ട് അപ്പന് കൊടുത്തു, അപ്പൻ അത് സൂക്ഷിച്ച് അപ്പനുമായിട്ട് നടക്കാൻ എനിക്ക് അവസരം കിട്ടി എന്നൊക്കെ ചിന്തിച്ച് സന്തോഷിച്ചു. बेटा बहुत खुश हो गया कि मैं तो मेहनत किया, मेरे लिए पैसा भी मेरे हाथ में आया, उस पैसा को लेकर मेरे पिता को दिया. ആ മകൻ കാണെ തന്നെ ആ പൈസയെല്ലാം അപ്പൻ കടലിലേക്ക് എറിയാനിടയായി. उस पुत्र जब देख रहा था ये लोग समुद्र के किनारे जा रहे थे, जब उस जितना वो कमा के लेके आया उस पैसा को लेकर पिता ने समुद्र के अंदर फेंकने लगा. इस बात को पुत्र देख रहा था. അങ്ങനെ ഓരോരോ പൈസ എറിയുമ്പോഴും ആ മകൻ പ്രതികരിച്ചില്ല. एक एक पैसा को समुद्र में पिता फेंक रहा था. उस समय उस बेटा चुप रहा. ഓ അങ്ങ് പോണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞ് അവനും പോയി. അങ്ങ് പോണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളി. इस प्रकार उसने सोचा कि कोई बात नहीं, पैसा जाने दो, कोई बात नहीं. इस प्रकार पुत्र ने भी सोचा. അടുത്ത ദിവസം വേറൊരു കൃഷിക്കാരനോടൊപ്പം ആ മകൻ അയക്കാനിടയായി. दूसरी दिन दूसरी किसान के साथ उस बेटे को भेजा. അടുത്ത ദിവസം സന്ധ്യ ആയപ്പോഴും ഇതുപോലെ കുറച്ച് പൈസയുമായി അപ്പനെ ഏൽപ്പിച്ചു. അപ്പൻ വീണ്ടും കടൽത്തീരത്തോട് പോയി. अगले दिन भी शाम का समय वो कुछ पैसों को साथ आया घर पर, और पिता ने क्या किया, पुत्र को लेकर उसी प्रकार समुद्र के किनारे लेके गए. അതുപോലെ മകനുമായി നടക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു, ഓരോരോ പൈസയും ആ കടൽ തിരകളിലേക്ക് എടുത്തങ്ങ് എറിയാൻ തുടങ്ങി. അപ്പൻ उसी दिन भी उसी प्रकार उस मतलब जो लहरें उड़ रहे थे उस लहरे में एक एक कॉइन को फेंकने लगा. അപ്പൻ ഓരോരോ പൈസയും എടുത്ത് കടലിലേക്ക് എറിയാൻ തുടങ്ങി. उसी प्रकार पिता ने एक एक कॉइन को पैसों को लेकर समुद्र में फेंका. അത് അപ്പോഴും മകൻ ഒന്നും പ്രതികരിക്കുന്നില്ല. उस समय भी पुत्र ने कुछ उसको पूछा नहीं है. അങ്ങനെ ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരും ഭവനത്തിലേക്ക് തിരിച്ചുപോയി. इस प्रकार दोनों चुप होकर भवन में लौट आए. അടുത്ത ദിവസം അപ്പൻ വേറൊരു വ്യക്തിയുടെ കൂടെ മകൻ അയക്കുകയാണ്. तीसरा दिन पिता ने अपने पुत्र को एक और व्यक्ति के साथ भेजा. ആ വ്യക്തിയോട് അപ്പൻ ആരാണെന്നും അപ്പൻ ധനികനാണെന്നും ഒന്നും പറഞ്ഞു കൊടുത്തില്ല. उस व्यक्ति से इसने कुछ नहीं कहा, मेरा पिता कौन है और मेरा पिता बहुत धनी है, इस बात को नहीं कहा. ആ വ്യക്തിക്ക് ഈ മകനും അപ്പനും തമ്മിലുള്ള ബന്ധമൊന്നും കൂടുതൽ അറിയില്ല. उस व्यक्ति ये नहीं जानता था कि ये पिता और पुत्र में बहुत ज्यादा कनेक्शन, ज्यादा मतलब प्रेम ज्यादा है. Praise the Lord. Amen. അന്ന് മകൻ കൂടെ പോയി വരുമ്പോൾ വളരെ കുറച്ച് പൈസ മാത്രമേ കയ്യിൽ കിട്ടിയുള്ളൂ. उस दिन जो शाम को वो घर आया उसको तो तुच्छ पैसा ही हाथ में मिला. അപ്പൻ വളരെ സന്തോഷത്തോടെ മകന്റെ കരം പിടിച്ച് കടൽ തീരത്തിലേക്ക് നടക്കാൻ പോയി. पिता ने अपने पुत्र का हाथों को बड़े प्यार से थाम कर वहाँ समुद्र किनारे पे लेके गया. അപ്പൻ പഴയതുപോലെ ആ സിക്ക എടുത്ത് തിരകളിലേക്ക് എറിയാൻ തുടങ്ങിയപ്പോൾ उस समय पिता रोजाना ऐसे सिक्के को लेकर समुद्र में फेंकने के लिए उठाया. तीसरा दिन മകൻ വേഗത്തിൽ അപ്പന്റെ കരത്തെ പിടിച്ചു. एकदम अले पुत्र ने अपने पिता का हाथों को पकड़ लिया. പൈസ എടുത്തെറിഞ്ഞാൽ തന്നെ ഞാൻ കൊന്നു. हाँ, पैसा को उठाकर फेंकेंगे तो आपको मैं मार डालूंगा. ഓ പ്രൈസ് ഗോഡ്. ഇന്നലെ വരെ നീ ഇത് കാണിച്ചില്ലല്ലോ. जो अब पिता ने बोला, कल तक तूने ये बात को नहीं दिखाया. ഇത് ഞാൻ അധ്വാനിച്ചതാണ്. उस प्रकार कहने लगा, ये तो मैंने मेहनत करके लेके आया था. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പോൾ അധ്വാനിച്ചുണ്ടാകുന്ന പൈസയ്ക്ക് വിലയുണ്ടായിരുന്നു. इसका मतलब इससे पता चलता है तो मेहनत कर कर हम कमाते हैं, उस पैसा का बहुत मूल्य है. അപ്പോൾ വിശ്വാസവും നീ കുറച്ച് അല്പം അധ്വാനിച്ചാലേ മതിയോ? इसी प्रकार विश्वास के लिए भी थोड़ा बहुत आप मेहनत करेंगे तब हालेलुया वो बहुत मूल्य रखता है. നീ വിശ്വാസത്തിന് വേണ്ടി പ്രയത്നിക്കണം. अब विश्वास बढ़ाने के लिए आपको कोशिश करना चाहिए. എന്നും വചനം കേട്ട് കേട്ട് പോയി വീട്ടിൽ ഇരുന്നാൽ നീ വിശ്വാസം വർദ്ധിക്കുന്നില്ല. प्रतिदिन वचन सुन सुनकर घर पे जाकर बैठेंगे तो बढ़ेंगे नहीं. ഡെയിലി ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നോണ്ട് നീ ഒരു വർധനയും കാണിക്കുന്നില്ല.
प्रतिदिन उपवास कर कर प्रार्थना में बैठने से भी अब बढ़ोतरी दिखाई नहीं दे रहा है। നീ സ്വയം പ്രയത്നിക്കണം. आप स्वयं प्रयत्न करना है।